ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല സോഫ്റ്റോട് കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റാഗി പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റാഗി വരകിയും അതുപോലെ റാഗി ദോശയൊക്കെ അല്ലേ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിക്കാറ്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ റാഗി പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു അരക്കപ്പോളം റാഗിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. റാഗിപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് റാഗിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പത്തിരിക്ക് നല്ലൊരു മയവും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ചിരവിയ തേങ്ങയാണ്. തേങ്ങ ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. തേങ്ങയോട് ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലൊരു തിളവന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്ന അതുപോലെ തന്നെ നന്നായിട്ട് മാവ് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ അരിപ്പൊടിയുടെ അത്രയും വെള്ളം റാഗിപ്പൊടി വാട്ടിയെടുക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. മാവ് ഇതാപ്പോൾ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ കയ്യിൽ കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഉരുണ്ട് വരണം. അതാണ് ഈ മാവിൻ്റെ ഒരു പാകട്ടോ. ഒരുപാട് കുഴഞ്ഞ രൂപത്തിലാവരുതെന്നാൽ മാവ് ഒരുപാട് ഡ്രൈയും ആവരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചൂടോട് കൂടി തവി വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് കൈവച്ച് ഈ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ ഞാൻ കൈവച്ച് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ബോൾസ് ആക്കിയതിന് ശേഷം ഞാനിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ കുഴൽ വെച്ചോ നമ്മുടെ സൗകര്യം പോലെയൊക്കെ പരത്തിയെടുക്കാം. കുറേശ്ശെ മാവെടുത്ത് ബോൾസ് ആക്കിയതിന് ശേഷം പത്തിരി പ്രസ്സിൽ വെച്ച് ഒന്നങ്ങ് അമർത്തിയെടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് പരന്ന് കിട്ടും. മാവ് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓരോന്ന് പരത്തിയെടുത്ത് നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അരിപ്പത്തിരി ചുട്ടെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. പത്തിരി ഇട്ട് കൊടുത്ത ശേഷം ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്ത് പത്തിരി ഒന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. റാഗിപ്പൊടി കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് എല്ലാവർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇറച്ചിക്കറിയോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ദാ എല്ലാം ഞാനിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.